കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളുടെ സ്വീറ്റ് കാറ്റിമോൺ, നമ്മുടെ തായ്ലൻഡ് ഇനം. ഇത് നമ്മളുടെ ഈ സ്വീറ്റ് കാറ്റിമോനൊക്കെ ഭയങ്കര ഫേമസ് ആവുന്നതിന് മുമ്പ്, കേരളത്തിൽ ഭയങ്കര ഫേമസ് ആവുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ ഞാൻ ഗ്രൂപ്പ് തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് സ്വീറ്റ് കാറ്റിമോൻ അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ വിദേശ മാമ്പഴങ്ങളിൽ ഇത്തിരി ആകർഷണം തോന്നിയൊരു മാമ്പഴം എന്ന് പറയുന്നത് ഈ ഒരു ആശാനായിരുന്നു. പക്ഷേ എനിക്ക് അതിലൊക്കെ ഇത്തിരി കൂടി വലിപ്പം തോന്നിയമാതിരിക്കും തോന്നുന്നത്. എനിക്ക് കിട്ടിയത് വളരെ ചെറുതാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. തമിഴ്നാട്ടിലത്തെ നമ്മുടെ സുഹൃത്ത് ആൽബിനെ അയച്ചു കൊടുത്തിട്ട് ആൽബിൻ എനിക്ക് അയച്ചു തന്നതാണ് ഈ സ്വീറ്റ് കാറ്റിമോൺ എന്ന് പറഞ്ഞ മാമ്പഴം. ആൽബിൻ പറഞ്ഞു നമ്മളുടെ കേരളത്തിലുണ്ടാവുന്ന സ്വീറ്റ് കാറ്റിമോനേക്കാളും മധുരം ഈ തമിഴ്നാട്ടിലുള്ള മാവിനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കാം. ഇത് സത്യാവസ്ഥ എന്തോരുണ്ടെന്ന് എനിക്ക് അറിയില്ല. കേരളത്തിലത്തെ കാറ്റിമോൺ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആരും എനിക്കിത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഈ മാമ്പഴം കഴിക്കാൻ പോകുന്നത്. നമ്മുടെ കുളമ്പിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് കഴിച്ച് നോക്കാം. രണ്ടെണ്ണം മുറിക്കാം നമുക്ക്. എന്നിട്ട് ഏതിലാണ് മധുരം കൂടുതലുള്ളതെന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരെണ്ണം മുറിക്കാൻ പോവാണ്. ഇത് ഏകദേശം നമ്മുടെ ഒരു കുളമ്പ് മാവിൻ്റെ ഒക്കെ ഒരു വലിപ്പമുള്ളൂ. എനിക്ക് തോന്നുന്നു അതിനേലൊക്കെ ചെറുതാണെന്ന് തോന്നുന്നുണ്ട് കാറ്റിമോൺ. ഇനി എനിക്ക് കിട്ടിയ മാമ്പഴത്തിൻ്റെ വലിപ്പം കുറവാണെന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ കുളമ്പിൻ്റെ ഒരു ഷേപ്പില്ല, അത്രയും വലിപ്പമുള്ളൂ. ഇതിൽ നമുക്ക് മുറിക്കാം. വളരെ ചെറിയ ഞരമ്പുകൾ പോലെയുള്ള ഒരു നാര്, നമ്മുടെ എന്താ പറയുക, അമൃതചന്ദ്രനിലൊക്കെ കണ്ട പോലെയുള്ള ഒരു ചെറിയൊരു നാരുണ്ട്. നല്ല കളറാണ് മാമ്പഴം. നോക്കി, നല്ല ഒരു രസകരമായൊരു കളറാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ആ കളർ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. ഉള്ളിലത്തെ നമ്മുടെ തനി കുളമ്പ് തന്നെ. കുളമ്പ് പ്ലസ് ഒരു ചെറിയൊരു നാട്ടുമാങ്ങയൊക്കെ ഒരു സംഭവം ഇഷ്ടമായി. നല്ല രസമുണ്ട്. പക്ഷേ കുളമ്പിനേക്കാളും ഒരു പടി മധുരം കൂടുതലെന്ന് തോന്നുക. അതേപോലെ തന്നെ ഒരു ചെറുതായിട്ടും, വളരെ ചെറുതായിട്ടും ഒരു വെള്ളച്ചൊവ എന്ന് പറയും, അങ്ങനത്തെ ഒരു ഫീലിങ്ങും എനിക്ക് വരുന്നുണ്ട്. ഓവറോള് നല്ല മാമ്പഴമാണ് കേട്ടോ. തീരെ മോശം പറയാൻ പറ്റില്ല. ഇത് കണ്ടമാനം മാങ്ങ പിടിക്കും. പിന്നെ പുഴുശല്ലില്ല എന്ന് പറയുന്നു. നിറയെ മാങ്ങ പിടിക്കും. പോളിയംബ്രോണിക്കാണ് വിത്ത് വഴിയെ പ്രചരിപ്പിക്കാം. അങ്ങനൊരു ഗുണം കൂടി ഉണ്ട്. ഈ ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ ഈ സെയിം സാധനം തന്നെ നമുക്ക് ഉണ്ടായി കിട്ടും. അടുത്തൊരു മാങ്ങ കൂടി നമുക്ക് മുറിക്കാം. ഇതിനേക്കാളും സ്വല്പം വലിപ്പം കൂടുതലുണ്ട്. ഒരു നീണ്ട ചെറിയ മാങ്ങ, പക്ഷെ നീണ്ടത്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടേക്ക്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഉൾഭാഗം കാണാനായിട്ട്. ആ വെള്ളച്ചൊവ്വ ഞാൻ പറഞ്ഞില്ലേ, അത് മൂപ്പുറവിൻ്റെ ആയിരിക്കാം. ഇത് പൂർണ്ണ മൂപ്പെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതിന് മാമ്പഴം ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടതാണ് ഈ മാമ്പഴം എല്ലാം ഞാൻ പറയണം കേട്ടോ. ഈ മാമ്പഴം മഴക്കാലത്തും അത്യാവശ്യത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു തൈ മേടിച്ച് വയ്ക്കുന്നത്
വളരെ ഉപകാരമായിരിക്കും. കാരണം നമുക്ക് മാങ്ങ കിട്ടാത്ത സമയങ്ങളിൽ ഇത് ഉണ്ടാവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. നമുക്ക് ഇതിൻ്റെ ബ്രിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കേ. ഈ മാങ്ങേൻ്റെ ബ്രിക്സ് ഒന്ന് നമുക്ക് ജസ്റ്റ് അളന്ന് നോക്കാം. ഒരു 4 തുള്ളി. കുളമ്പന് ഒരു 18, മാക്സിമം 20 കുളമ്പന് കിട്ടുള്ളൂ. ഇതിന് മധുരം കൂടുതലുണ്ട്, വെറുതെ എല്ലാം നമുക്ക് ഇഷ്ടാവുന്നത്. 25 ബ്രിക്സ് ഉണ്ട് കാറ്റിമോൺ. ഗംഭീര ബ്രിക്സ് ഉണ്ടല്ലോ. $25 ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഭയങ്കര ഹൈ ആണ് കേട്ടോ. ഒരു 23 മുതൽ 22 വരെ നമുക്ക് ഒരു രസകരമായ മധുരം. 20 22 വരെ, 23 24 തൊട്ട് അതിൻ്റെ ഹൈ മധുരമാണ്. അത് ഇതിനുണ്ട്. ഒരു 30 വരെ കിട്ടുന്ന കുറേ നിങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതും നല്ലൊരു മാങ്ങയായിട്ട് നമുക്ക് കണക്കാക്കാം കേട്ടോ. പുഴുശല്യമില്ല, നിറയെ പിടിക്കും. പിന്നെ എൻ്റെ അടുത്ത് ആൽബിയൻ പറഞ്ഞാണ്, ആൽബിൻ്റെ വീട്ടിലുണ്ടാവുന്നതും ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്നതും രണ്ടും മധുരത്തിൽ വ്യത്യാസമുണ്ട് പറഞ്ഞു. ഇത്രയും മധുരം നമുക്ക് കിട്ടില്ല, അത് ഭയങ്കര ഡ്രൈ ലാൻഡിൽ നിന്ന് വരുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാണിക്കാം. ഇതിൽ ഈ മാങ്ങ 25 ഉണ്ട്. കാറ്റിമാൻ ഞെട്ടിച്ച് കളഞ്ഞു. പിന്നെ ആ കുളമ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് പിടിച്ച് ചെയ്യാം. കുളമ്പിന് ഒരു 20 വരെ ബുക്സൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത് 25 കിട്ടുകയാണെങ്കിൽ കേട്ടോ, നമ്മുടെ ലാൻഡിൽ എന്തോരം ഇത് പെർഫോം ചെയ്യുന്നുള്ള അറിയില്ല. മാങ്ങ ഉണ്ടാവുന്നുണ്ട്, മാങ്ങ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. ഇത് എന്തോരം പെർഫോം ചെയ്യുന്നത് നമുക്കറിയില്ല. എനിവേ കാറ്റിമോൺ നല്ലൊരു ഇതാണ്. ഞാൻ ഈ വീഡിയോ ആദ്യം ഇടാം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഥ പറച്ചിൽ തുടരുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മാക്സിമം ആൾക്കാർ കയറാൻ ശ്രമിക്കുക. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ചേരാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒപ്പം വേറൊരു ചാനലിൽ വരും, നമ്മുടെ തന്നെ ചാനൽ തന്നെയാണത്. അതും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വിടാൻ ശ്രമിക്കുക. അതിലത്തെ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല റിവ്യൂ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.